ഹലോ നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേണിനോ. സോ നമുക്ക് ലാസ്റ്റ് പാർട്ട് ഓഫ് ഫെബ്രുവരി കറണ്ട് അഫെയേഴ്സ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് 22 തൊട്ട് 29 വരെയുള്ള ഫെബ്രുവരി 2024 കറണ്ട് അഫെയേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, LDCക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. സോ എല്ലാവരും ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, സോ ഐശ്വര്യമായിട്ട് നമുക്ക് ഡിസ്കഷനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2024 മികച്ച നടൻ ആരാണ്? ഷാരൂഖ് ഖാൻ. ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2024 പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ മികച്ച നടൻ ആരാണ്? ഷാരൂഖ് ഖാനാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്നത് ഡൽഹി. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഡൽഹി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനറിൻ്റെ പേരാണ് ഇസ്യൂൾട്ട്. ഓക്കെ, ഇസ്യൂൾട്ട് എന്നാണ് പേര്. ഇസ്യൂൾട്ട്, ISEULT, ഇസ്യൂൾട്ട് എന്നാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനറിൻ്റെ പേര്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതിയുടെ പേരാണ് അടൽ വയോ അഭ്യുദയ് യോജന. അടൽ വയോ അഭ്യുദയ് യോജന. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സ്കൂൾ സമയങ്ങളിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള സംവിധാനം വാട്ടർ ബെൽ. സ്കൂൾ സമയങ്ങളിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള സംവിധാനം വാട്ടർ ബെൽ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ. കാഴ്ച പരിമിതിയെ ചെറുക്കാൻ ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കർണാടക. കാഴ്ച പരിമിതിയെ ചെറുക്കാൻ ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കർണാടക. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ. സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിരോധിക്കാൻ ഒരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം UK, യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിരോധിക്കാൻ ഒരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം UK. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ. നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി കുടുംബശ്രീ മുഖേന കേന്ദ്ര ഭവന നഗര കാര്യമന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് PM സ്വനിധി. ഓക്കെ, സോ സ്വനിധി എന്നായിരിക്കും. സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. റൈറ്റ്, നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി കുടുംബശ്രീ മുഖേന കേന്ദ്ര ഭവന നഗര കാര്യമന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് PM സ്വനിധി. ഓക്കെ, ഇനി നയൻത് ക്വസ്റ്റ്യൻ. സംസ്ഥാന ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യ. ഓക്കെ, സംസ്ഥാന ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ. ഇനി 10th ക്വസ്റ്റ്യൻ. കന്നുകാലികൾക്കുള്ള കുഴമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിൽ കേരളത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയ ജില്ല മലപ്പുറം. കന്നുകാലികൾക്കുള്ള കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിൽ കേരളത്തിൽ 1ാം സ്ഥാനത്തെത്തിയ ജില്ല മലപ്പുറമാണ്. ഇനി 11th ക്വസ്റ്റ്യൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മൈക്ക് പ്രൊക്ടർ ഏതു കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റാണ്. ഓക്കെ, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മൈക്ക് പ്രൊക്ടർ ഏതു കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റാണ്. ഓക്കെ, സോ മൈക്ക് പ്രൊക്ടർ ഇസ് റിലേറ്റഡ് ടു ക്രിക്കറ്റ്. ഏത് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ക്രിക്കറ്റാണ് മൈക്ക് പ്രൊക്ടർ. ഓക്കെ, ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. 2024 10ാമത് G20 വിദേശ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത് റിയോ ഡി ജനീറോ. 2024 10ാമത് G20 വിദേശ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത് റിയോ ഡി ജനീറോ. ഇനി 13th ക്വസ്റ്റ്യൻ. ഇന്ത്യൻ റബ്ബർ മീറ്റ് 2024 വേദി ഗുവാഹത്തി, ആസാം. ഇന്ത്യൻ റബ്ബർ മീറ്റ് 2024 വേദി ഗുവാഹത്തി, ആസാം. ഇനി 14th ക്വസ്റ്റ്യൻ. വേൾഡ് സോഷ്യൽ ഫോറത്തിൻ്റെ 16ാമത് സമ്മേളനത്തിൻ്റെ വേദി കാഠ്മണ്ഡു, നേപ്പാൾ. വേൾഡ് സോഷ്യൽ ഫോറത്തിൻ്റെ 16ാമത് സമ്മേളനത്തിൻ്റെ വേദി കാഠ്മണ്ഡു, നേപ്പാൾ. ഇനി 15th ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത് ഉത്തരാഖണ്ഡ്.
ഓക്കെ. ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത് ഉത്തരാഖണ്ഡ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ US ഉഭയകക്ഷി പ്രതിരോധ ഉച്ചകോടി ഇൻഡസ് എക്സ് 2024 വേദി ന്യൂഡൽഹി. ഓക്കെ, ഇന്ത്യ US ഉഭയകക്ഷി പ്രതിരോധ ഉച്ചകോടി, അതായത് ഇൻഡസ് എക്സ് 2024 വേദി ന്യൂഡൽഹി. ഇനി 17th ക്വസ്റ്റ്യൻ, ഇന്തോനേഷ്യ പ്രസിഡൻ്റായി അധികാരത്തിലേറിയത് പ്രബാവോ സുബിയാൻറ്റോ. പ്രബാവോ സുബിയാൻറ്റോ ആണ് ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായി അധികാരത്തിലേറിയത്. ഇനി 18th ക്വസ്റ്റ്യൻ, ബഫ്റ്റ പുരസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യൻ സിനിമാ താരം ദീപിക പദുക്കോൺ. ബഫ്റ്റ പുരസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യൻ സിനിമാ താരം ദീപിക പദുക്കോൺ. ഇനി 19ാമത്തെ ചോദ്യമാണ്, 2024 ഫെബ്രുവരിയിൽ ക്വാഡ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്വാഡ് ബിൽ പാസാക്കിയ രാജ്യം USA. 2024 ഫെബ്രുവരിയിൽ ക്വാഡ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്വാഡ് ബിൽ പാസാക്കിയ രാജ്യം USA. ഇനി 20ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായി 3 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടിയത് K. ബൈജുനാഥ്. ഓക്കെ, 2024 ഫെബ്രുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായി 3 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടിയത് K. ബൈജുനാഥ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, 1 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി 2024 ഫെബ്രുവരി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പുരപ്പുര സൗരോർജ പദ്ധതി. പുരപ്പുര സൗരോർജ പദ്ധതി, അതായത് സോളാർ പാനൽസ്, ഈ ഹൗസ് റൂഫിലൊക്കെ സോളാർ പാനൽസൊക്കെ വെച്ച് 1 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കി 2024 സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പ്ലാനിൻ്റെ പേരെന്താണ്? PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൊഫസർ V. മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? R. നന്ദകുമാറാണ്. പ്രൊഫസർ V. മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് R. നന്ദകുമാറാണ്. 23rd ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരിയിൽ മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേരളത്തിനാണ്. ഓക്കെ, 2024 ഫെബ്രുവരിയിൽ മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചത് കേരളത്തിന്. ഇനി 24ാമത്തെ ചോദ്യം, ചെസ്സിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അശ്വത് കൗശിക്. ചെസ്സിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അശ്വത് കൗശിക്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, ബഫ്റ്റാനെ പറ്റി പറഞ്ഞു അല്ലേ? ബഫ്റ്റ അവാർഡ്സിൽ ഏത് ഇന്ത്യൻ താരമാണ് പങ്കെടുത്തത്? ദീപിക പദുക്കോൺ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് 2024, അതാണ് ഈ ബാഫ്റ്റിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് 2024 പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ അതിൽ മികച്ച ചിത്രം ഓപ്പൻഹൈമർ, ദെൻ മികച്ച നടൻ കിലിയൻ മർഫി, ഓപ്പൻഹൈമർ തന്നെയാണ്. മികച്ച നടി എമ്മ സ്റ്റോൺ, പുവർ തിങ്സ്. ഇനി മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, ഓപ്പൻഹൈമർ എന്നുള്ള ഫിലിമിന് വേണ്ടിയിട്ട്. മികച്ച തിരക്കഥ അനറ്റമി ഓഫ് എ ഫാൾ, ജസ്റ്റിൻ ട്രയറ്റ്. മികച്ച തിരക്കഥ അനാറ്റമി ഓഫ് എ ഫാൾ, ജസ്റ്റിൻ ട്രയറ്റ്. ഓക്കെ, സോ മികച്ച ചിത്രം ഓപ്പൻഹൈമർ, മികച്ച നടൻ കിലിയൻ മർഫി, ഓപ്പൻഹൈമർ, മികച്ച നടി എമ്മ സ്റ്റോൺ, പുവർ തിങ്സ്, മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ഫോർ ഓപ്പൻഹൈമർ, ദെൻ മികച്ച തിരക്കഥ അനാറ്റമി ഓഫ് എ ഫാൾ, ജസ്റ്റിൻ ട്രയറ്റിന്. ഓക്കെ, സോ 26ാമത്തെ ക്വസ്റ്റ്യൻ, ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2024 പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ അതിൽ മികച്ച നടൻ ഷാറൂഖ് ഖാൻ, മികച്ച നടി റാണി മുഖർജി, മികച്ച നടൻ ക്രിട്ടിക്സ് വിക്കി കൗശൽ, മികച്ച നടി ക്രിട്ടിക്സ് കരീന കപൂർ, മികച്ച ചിത്രം ജവാൻ, മികച്ച ചിത്രം ക്രിട്ടിക്സ് 12th ഫെയിൽ,
മികച്ച സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക അനിമൽ. ആൻഡ് മികച്ച സംവിധായകൻ ക്രിട്ടിക്സ് ആറ്റ്ലി ഫോർ ജവാൻ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കിരീടം നേടിയതാരാണ്? മഹാരാഷ്ട്രയാണ്. വേദി നമുക്കറിയാം തമിഴ്നാട്. ഭാഗ്യചിഹ്നം വീരമംഗൈ. ഓക്കെ, 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര, വേദി തമിഴ്നാട്, ഭാഗ്യചിഹ്നം വീരമംഗൈ. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, ഫുട്ബോൾ ആദ്യമായിട്ട് വൈറ്റ് കാർഡ് കൊണ്ടുവന്ന രാജ്യം പോർച്ചുഗൽ. ഫുട്ബോളിൽ ആദ്യമായിട്ട് വൈറ്റ് കാർഡ് കൊണ്ടുവന്ന രാജ്യം പോർച്ചുഗൽ. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്ന വ്യക്തി വി ഹരിനായർ. കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്ന വ്യക്തി വി ഹരിനായർ. ഇനി 30ാമത്തെ ചോദ്യം, 2024 നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ച ഭരതനാട്യം നർത്തകി ചിത്ര വിശ്വേശ്വരൻ. 2024 നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ച ഭരതനാട്യം നർത്തകി ചിത്ര വിശ്വേശ്വരൻ. ഇനി 31ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേര് ഇൻസാറ്റ് 3DS. വിക്ഷേപണ വാഹനം GSLV 14. ഓക്കെ, F-14. GSLV F-14 വിക്ഷേപണ വാഹനം. ഇൻസാറ്റ് 3DS ആണ് 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേര്. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതനായത് കെ ബൈജുനാഥ്. നമ്മൾ പഠിച്ചു അല്ലേ, 3 വർഷം എക്സ്റ്റൻഷൻ കിട്ടിയെന്ന് പറഞ്ഞ് പഠിച്ചു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയി നിയമിതനാകുന്നത് കെ ബൈജുനാഥ്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, ONV കുറുപ്പിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഗോപി നാരായണൻ രചിച്ച കൃതി കാവ്യസൂര്യൻ്റെ യാത്ര. കാവ്യസൂര്യൻ്റെ യാത്ര. ONV കുറുപ്പിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഗോപി നാരായണൻ രചിച്ച കൃതി കാവ്യസൂര്യൻ്റെ യാത്ര. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, 2024 കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം ജേതാക്കൾ കേരള യുണൈറ്റഡ് FC. ഓക്കെ, കേരള യുണൈറ്റഡ് FC. 2024 കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം ജേതാക്കളാണ് കേരള യുണൈറ്റഡ് FC. ഇനി 35ാമത്തെ ചോദ്യം, ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവിക താവളം INS ജടായു. ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവിക താവളം INS ജടായു. ഇനി 36ാമത്തെ ചോദ്യം, 2024 71ാമത് മിസ് വേൾഡ് മത്സരത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2024 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ഇനി 37ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമായി ബാബ്സ് മന്ദിർ സ്ഥിതി ചെയ്യുന്നത് അബുദാബി. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമായ ബാബ്സ് മന്ദിർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അബുദാബിയിലാണ്. ഓക്കെ, ഇനി 38ാമത്തെ ചോദ്യം, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. 39th ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകം തിരുവനന്തപുരം. ഓക്കെ, കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകം തിരുവനന്തപുരം. 40ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ മത്സ്യഫെഡിൻ്റെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് പറവൂർ. കേരളത്തിൽ മത്സ്യഫെഡിൻ്റെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് പറവൂരിലാണ്. ഓക്കെ, സോ 41st ക്വസ്റ്റ്യൻ, ഡോക്ടർ BR അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് 2024 ലഭിച്ച മലയാളി ചെറുവയൽ രാമൻ. ഡോക്ടർ BR അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് 2024 ലഭിച്ച മലയാളി ചെറുവയൽ രാമൻ. ഇനി 2024 ഫെബ്രുവരിയിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 117. 42ാമത്തെ ക്വസ്റ്റ്യനാണ്, 2024 ഫെബ്രുവരിയിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം
117. ഒന്നാം സ്ഥാനത്ത് അർജൻറ്റീന. ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് അർജൻറ്റീന. ഇന്ത്യയുടെ റാങ്ക് 117. ഇനി 43-ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തിടെ ഫാഗ്ലി ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. ഫാഗ്ലി ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. അടുത്തിടെ ഫാഗ്ലി ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഈ 44-ാമത്തെ ക്വസ്റ്റ്യൻ. 45-ാമത് ചെസ് ഒളിമ്പ്യാഡ് വേദി ബുദാപെസ്റ്റ്, ഹംഗറി. 45-ാമത് ചെസ് ഒളിമ്പ്യാഡ് വേദി ബുദാപെസ്റ്റ്, ഹംഗറി. ഇനി 45th ക്വസ്റ്റ്യൻ. എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങൾ എന്ന പുസ്തകം എഴുതിയത് കൽപ്പറ്റ നാരായണൻ. എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങൾ എന്ന പുസ്തകം എഴുതിയത് കൽപ്പറ്റ നാരായണൻ. ഇനി 46-ാമത്തെ ക്വസ്റ്റ്യൻ. വയനാട്ടിൽ ഇറങ്ങിയ കൊലയാളി കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം മിഷൻ ബേലൂർ മഗ്ന. വയനാട്ടിലിറങ്ങിയ കൊലയാളി കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യത്തിൻ്റെ പേരാണ് മിഷൻ ബേലൂർ മഗ്ന. ഇനി 47th ക്വസ്റ്റ്യൻ. PJ ആൻ്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ PJ ആൻ്റണി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കരിവെള്ളൂർ മുരളി. PJ ആൻ്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ PJ ആൻ്റണി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കരിവെള്ളൂർ മുരളി. ഇനി 48th ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തുപോയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 2020 കണക്കു പ്രകാരം മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തുപോയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 2020 കണക്ക് പ്രകാരം മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇനി 49th ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ ഉള്ള നഗരം ഡൽഹിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ ഉള്ള നഗരം ഡൽഹി. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോളിൻ്റെ ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ട്. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ടാണ്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റൽ, CM നെയിം, ഗവർണർ നെയിം എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കുറേ സ്റ്റേറ്റ്സിൻ്റെ CM മാറിയിട്ടുണ്ട്. സോ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. പഴയ CM പഠിച്ചിട്ട് പോകരുത്. റൈറ്റ്. സോ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.